ഗെയിം ബിൽഡ് ചെയ്തു, ഇ-കൊമേഴ്സ് ബിൽഡ് ചെയ്തു, ഗെയിം ബിൽഡ് ചെയ്തു, എല്ലാ കാര്യവും ചെയ്തു. ദെൻ ഹി വെൻ ബാക്ക് ടു US. അപ്പോൾ ആ ഒരു ക്രാഷിൻ്റെ ആ ഒരു പീരീഡ് ആയിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻഡ് ഈസ് ലൈക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ നമ്മളൊരു 10-12 അംഗ ടീമൊക്കെ ആയി. ദർ ഇസ് നോ കണക്ട് വിത്ത് ജെറിമിയ. മുങ്ങിയതല്ല, മുങ്ങി എന്നുള്ളതെന്ന് പറയുന്നത് അന്നത്തെ ഇതിനകത്ത് ഞാൻ മെയിൽ അയക്കുന്നു മറുപടിയില്ല, ഫോൺ വിളിക്കുന്നു മറുപടിയില്ല, ആൻഡ് ഞാൻ ഒരുപാട് രീതിയിൽ സ്കൈപ്പിലൊക്കെ പിങ് ചെയ്യുന്നില്ല. 1-ാം തീയതി ആകും ശമ്പളം കൊടുക്കണം. ഞാൻ എവിടെന്നെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ആൾക്കാരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടല്ലേ, ബിക്കോസ് ഡിസൻ ഹാപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ സാലറി കൊടുക്കും, 1-ാം തീയതി ശമ്പളം കൊടുക്കും, ഈ ഉള്ള പ്രോജക്റ്റുകളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഒരു ദിവസം ഞാൻ ചെറിയൊരു മെയിൽ അയച്ചു, എന്താണ് സംഭവം, ഐ ജസ്റ്റ് ഡു നോട്ട് നോ, യു ജസ്റ്റ് ഗോസ്റ്റ് ഇറ്റ്, ടെൽ മീ എന്താണ്, ഇഫ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് മൈ പ്രോബ്ലം ഐ എം റെഡി ടു റിസോൾവ് ഇറ്റ്, എന്താണെന്ന് പറയാൻ പറഞ്ഞു. ദെൻ ഐ റിസീവ്ഡ് എ റെസ്പോൺസ് stating, hey Deepu, this is not at all your problem. As a CEO, I am not able to find money for salaries. അടുത്ത 2 ആഴ്ചത്തേക്ക് എനിക്ക് പറ്റില്ലെന്ന്. വാസ് എക്സ്ട്രീംലി ഹാപ്പി. കാരണം മറുപടി ഒന്നും ആളോടെ ഉണ്ട്, ജീറോ ഉണ്ടല്ലോ, എൻ്റെ പ്രശ്നമല്ല എന്ന് അറിയുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. Then I asked him, what is it? You just tell me the work, let us work on it. Then he told that this is not possible. ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ അത് മുമ്പിലേക്ക് പോകേണ്ടെന്ന് പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് അതിനകത്ത് പിന്മാറുകയും we cannot go forward with that, there is a conflict, and then he has to go for bankruptcy. അപ്പോൾ നിങ്ങൾ ഒരു കമ്പനി തുടങ്ങി, അത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി US പോയി. അപ്പോൾ ഈ 2008 ക്രാഷ് വന്നു, കമ്പനി ബാങ്ക്രപ്റ്റും പോയി. അപ്പോൾ ഇപ്പോൾ എത്ര കോടിൻ്റെ നഷ്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? അന്ന് ഏകദേശം ഇന്ത്യൻ മണി പറയുമ്പോൾ ഒരു 4-4.5 കോടി രൂപയുടെ കടമുണ്ട്. ബാങ്ക്രപ്സി പോകേണ്ട സിറ്റുവേഷനാണ് വന്നത്. സോ ഇറ്റ് ഈസ് അപ് ടു അസ് ടു ഡിസൈഡ് വെദർ ടു എന്താണ് ബാങ്ക്രപ്സി പോകണമോ വേണ്ടയോ. ഓക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ലക്ഷ്യം 5 വർഷം ഞാൻ കമ്പനി പൂട്ടൂല, ഇത് ഓടിക്കും എന്നുള്ളൊരു ഒറ്റ വാശിയാണ്. അത് ചെയ്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരേണ്ടത് വരും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാൻ ജെറിമിയോട് ചോദിച്ചു, ജെറിമിയ, ഈ ഒരു ബാങ്ക്രപ്സി പോവുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കമ്പനി പൂട്ടേണ്ടി വരില്ലേ, അപ്പോൾ വേറെന്തെങ്കിലും വഴിയുണ്ടോ? കാര്യം ജെറിമിയ അമേരിക്കയിലാണ്, ഞാൻ ഇന്ത്യയിലാണ്. ഇവിടെ കിടിലൻ ഡെവലപ്പേഴ്സ് ഉണ്ട്. ഇത്രയും നല്ല ടീമിനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്തിന് കമ്പനി ഇത് ചെയ്യണം? ഇപ്പോൾ ചെറിയ പറഞ്ഞു, ദീപു, ദിസ് ഗീവ്സ് മീ മച്ച് മോർ കോൺഫിഡൻസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാങ്ക്രപ്സി ചെയ്യാൻ താല്പര്യമില്ല. കാര്യം ഞാൻ പൈസ കൊടുക്കാനുള്ള എൻ്റെ കടത്തിൽ വല്ലതും എൻ്റെ ബന്ധുക്കളും എൻ്റെ ചേട്ടനും ഇങ്ങനെ ഒരുപാട് പേരിൽ നിന്ന് ഞാൻ ഫണ്ട് എടുത്തിട്ടാണ് ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ളതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കടം വീടുക തന്നെ ചെയ്യാണ് എനിക്ക് ബാങ്ക്രപ്സി പോകാൻ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ചെറിയ ഇപ്പോൾ പൈസ അയക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. whenever you get money, you just spend it. I will run these projects. You just എന്താണ് ചെറിയ പ്രോജക്റ്റുകൾ അവിടെ നിന്ന് പിടിച്ചിട്ട് അയച്ചു തരാമെങ്കിൽ ഞങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 2008 മാർച്ചിലാണ് നമ്മളിത് തുടങ്ങുന്നത്. അവിടെ നിന്നും നമ്മൾ 2008 ഒരു ഒക്ടോബർ നവംബർ വരെയൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഓക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ, ഒരു സർവീസ് കമ്പനി ആയിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഓക്കെ. ആൻഡ് ദെൻ ഹി സ്റ്റാർട്ടഡ് എന്താണ് നമ്മുടെ ഗോൾഫ് ഫെഡറേഷൻ്റെ തന്നെ പരിചയത്തിലുള്ള കുറേ ക്ലയൻറ്റിനെ എടുത്ത് ചെറിയ പ്രോജക്റ്റുകളായിട്ട് ഇങ്ങോട്ടേക്ക് അയച്ചു തരും. നമ്മളിവിടെ നിന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ US തന്നെയാണ് ചെയ്യുന്നത്. കാര്യം അവിടുത്തെ ഒരു ഡിസൈൻ കമ്പനി ഉണ്ടായിരുന്നു. ആ ഡിസൈൻ കമ്പനിക്ക് ഏകദേശം 2 കോടി രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈനും ചെയ്തവരാണ്. അപ്പോൾ ജെറിമി ഇരിക്കുന്നത് ആ കമ്പനിക്കകത്താണ്. അവരുടെ ആ പ്രോജക്റ്റിന് എന്ത് പൈസ വന്നു കഴിഞ്ഞാലും ആദ്യം ആ കമ്പനിയിലേക്കാണ് പോവുക. ഓക്കെ. അപ്പോൾ ഇവിടേക്ക് അയച്ചു തരിക, ചിലപ്പോൾ ഒരു 40,000 രൂപ അയച്ചു തരും, 50,000 അയച്ചു തരും. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം ഈ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് ശമ്പളം എടുക്കാണ്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. വീട്ടിൽ പോകാറില്ല, ഓഫീസിൽ കിടന്നുറങ്ങും. ഈ ഓഫീസൊന്നും ഇല്ല, അന്ന് ഒരു ചെറിയൊരു ഓഫീസ് മുറിയാണ്. അപ്പം ബാക്കി ജൂനിയർ ആയിട്ടുള്ള റിസോഴ്സിനെല്ലാം 1-ാം തീയതി ഞാൻ എവിടെ നിന്നാലും പറിച്ചാലും ശമ്പളം കൊടുക്കും. സീനിയർ ആയിട്ടുണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവർക്ക് വാടക കൊടുക്കണം. ഇങ്ങനത്തെ ഓരോ ഇതായിട്ട് ഓരോ ദിവസവും ഇതിനെ വെച്ചിട്ട് പറിച്ച് പോവുകയാണ്. അപ്പം ഒരു മാസം കഴിഞ്ഞു. ഇത് ഡിസംബറിലാണ് നമ്മൾ തുടങ്ങി. നെക്സ്റ്റ് ഇയർ ഒരു നവംബർ വരെ ഇങ്ങനെ കമ്പനി ഓടിച്ചു. 2009 നവംബർ വരെ ഇങ്ങനെ കമ്പനി ഓടിച്ചു. അത് കഴിഞ്ഞ് ഡിസംബർ ആവുന്ന സമയത്ത്, ഇത് SBC ആണ്, ടെക്നോപാർക്കിൻ്റെ സ്മോൾ ബിസിനസ് ഇൻക്യുബേറ്റർ. അപ്പം അവിടെ നിന്ന് 10 മാസത്തോളം വാടക കൊടുക്കാത്തത് കാരണം ഇറക്കി വിടുന്നൊരു സാഹചര്യമാണ്. ഇറ്റ് ഈസ് ഓൺ 2009. ആൻഡ് ആ
സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പോഴും ഞാൻ കമ്പനി അപ്പോൾ നമുക്ക് കുറേ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയ പ്രോജക്റ്റുകൾ, വലിയ പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് കിട്ടാറില്ല. കാര്യം ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് CMMI ലെവൽ 5 ഉണ്ടോ, നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ ഇതുണ്ടോ. അപ്പോൾ നമ്മൾ കമ്പനി തുടങ്ങുമ്പോൾ നമ്മളൊരു കൺവെൻഷനൽ ഒരു കമ്പനിയുടെ രീതിയിലല്ല നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബിഗ്ഗർ പ്രോജക്ട്സ് കിട്ടില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ പിന്നെ 2009 ഡിസംബർ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കഫേക്കകത്ത് ഇരുന്നിട്ട് പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ബട്ട് ഓൾവേസ് ഞാൻ നോക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാം, നമുക്ക് ഇപ്പോൾ റിലീസ് ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ എങ്ങനെ റിലീസ് ചെയ്യാമെന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓട്ടോ ക്യാബ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്, ചാൾസ് ഉസു, അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രോജക്റ്റൊക്കെ ചെയ്ത് കൊടുത്തു. ഹി വാസ് വെരി ഹാപ്പി. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കസ്റ്റമറും ഭയങ്കര ഹാപ്പിയാണ്. കാര്യം അത്രയും ക്വാളിറ്റിയിൽ നമ്മൾ അതിനകത്ത് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു മീറ്റിങ്ങിന് പോയി. അപ്പോൾ നമ്മുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു 4 കോടി രൂപ കടത്തിൽ നിന്നും ഞങ്ങൾ 2.5 കോടി രൂപ കടത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ദാറ്റ് മീൻസ് വി മെയ്ഡ് ദാറ്റ് മച്ച് മണി, അത്രയും മണി ഇൻ 1 ഇയർ. അപ്പോൾ ഇതൊക്കെ ചാൾസിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പുള്ളി അവിടുത്തെ ഏറ്റവും വലിയ അപ്പാരൽ മാനുഫാക്ചറിങ് കമ്പനി ഓട്ടോയുടെ ഫൗണ്ടറാണ്. അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു, എനിക്ക് ഈ കമ്പനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല, എൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കമ്പനീസ് ഒന്നും നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ 200K, അതായത് ഏകദേശം അന്ന് 50-60K ആണ് എക്സ്ചേഞ്ച് റേറ്റ്, ഏകദേശം 2 കോടി രൂപ 2 കോടി രൂപ എടുപ്പിച്ച് ഒരു എമൗണ്ട് ആണ് നമ്മുടെ അതിന് മുകളിൽ 2 കോടി രൂപ കടമുണ്ട്. അതിനകത്ത് 200K എന്ന് പറയുന്നത് ഏകദേശം 1 കോടി രൂപയാണ്. ഓക്കെ. ഈ ഗേവ് ഇറ്റ് ആസ് എ ലോൺ. ഓക്കെ. കടമായിട്ട് തരാം, പ്രൊവൈഡഡ് 2 വർഷം കൊണ്ട് ഈ പൈസ തിരിച്ചു തരണം. ഓക്കെ. അപ്പോൾ പക്ഷേ ലീഗലി ഒരു ഡോക്യുമെൻറ്റും വേണ്ട. ട്രസ്റ്റാണ്. ആ ട്രസ്റ്റാണ്. അപ്പം പ്രത്യേകത എന്ന് പറയുന്നത്, ജെറമിയ എന്ന് പറയുന്നത് അന്ന് 27 വയസ്സ്. എനിക്കും എൻ്റെ ഏകദേശം ഞങ്ങളൊരു ഇതാണ്. ഞങ്ങൾക്ക് ഇല്ല ഈ ഒരു സമയത്ത് കല്യാണം കഴിച്ചിട്ടില്ല. അതിനുശേഷം കല്യാണത്തിൻ്റെ ടൈം എന്ന് വെച്ചാൽ അതിന് ശേഷമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കടത്തിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ അച്ഛൻ കല്യാണം കഴിക്കണം, ഞാൻ വീട്ടിൽ നിന്നും വരുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാണ്ട് ഞാൻ എവിടെ ഓഫീസിൽ കിടന്നുറങ്ങുന്നു, ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിയാവും എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക് വീട്ടുകാരും എത്തി. മീൻസ് എന്താണ് എനിക്ക് സംഭവിക്കുന്നത് വീട്ടുകാർക്കും അറിയില്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഒരു കടത്തിൽ നിന്നും എങ്ങനെ, അതും എൻ്റെ ടീം മെമ്പേഴ്സിന് എനിക്ക് അറിയിക്കാൻ പറ്റില്ല. ഇവരെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര അടിപൊളി കമ്പനിയാണ്, നമ്മൾ ഇന്നതാണെന്ന് പറയുന്നൊരു രീതിയിലാണ് നമ്മളവിടെ നിൽക്കുന്നത്. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 2 കമ്പനി നടത്താൻ അറിയില്ല. എനിക്കും അറിയില്ല. ഞങ്ങൾ 2 പ്രോഗ്രാമേഴ്സ് ചേർന്ന് കമ്പനി നടത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരവസ്ഥയാണത്. ഓക്കെ. ബിസിനസ് മാർക്കറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ പൈസ സൂക്ഷിക്കാനും അറിയില്ല. ഒരു കമ്പനിക്ക് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഫൗണ്ടേഷൻ ഒരു ഇതാണ് എങ്ങനെ പൈസ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ചാൾസിനോട് ചോദിച്ചു, ക്യാൻ യു ബി ദ CFO? ഞങ്ങൾ പണിയെടുത്ത് തരാം, ഞങ്ങളുടെ പൈസ എങ്ങോട്ടൊക്കെ എവിടെയൊക്കെ വേണം എന്ന് പറയുന്ന രീതിയിലൊന്ന് ചാനലൈസ് ചെയ്തൊന്ന് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ പുള്ളി അതിന് വോളണ്ടറിലി ഞങ്ങളുടെ CFO ആയിട്ട് പുള്ളി ഒഫീഷ്യലി അല്ല ഇത് വരികയും അയാൾ വർക്ക് ചെയ്യുന്ന കാശ് അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ അന്നത്തെ ഇതിനകത്ത് വരികയാണെങ്കിൽ ജെറീമ ഇന്ത്യയിൽ വന്ന് നിൽക്കുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപയാണ് പുള്ളിയുടെ മൊബൈലിൻ്റെ ബില്ല്. കാര്യം ഇൻ്റർനാഷണൽ റോമിങ്ങിൽ ഇവിടെ ഉപയോഗിച്ചതാണ്. ഓക്കെ. അതിൻ്റെ കടം അപ്പോഴും കിടപ്പുണ്ട്, പലിശ അടച്ചു തീർക്കണം, അതൊക്കെ ബാക്കിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പലിശ കൂടിയ കടങ്ങൾ ആദ്യം തീർക്കുന്ന രീതിയിലേക്ക് പുള്ളി ഒരു പ്ലാൻ ഉണ്ടാക്കുകയും പിന്നെ അവിടെ നിന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു.